എല്ലാ ദിവസവും സന്തോഷത്തോടെ മാത്രം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് അഹങ്കാരാവൂല്ലേ? എങ്കിലും ഇന്നത്തെ ദിവസം കുറച്ച് സങ്കടമുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സങ്കടങ്ങൾ മാത്രമുള്ള ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കില്ലല്ലോ. കുറച്ച് സന്തോഷങ്ങളും കൂടി ആവാം നമുക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വല്ലൂരത്തെ പുതിയ കാഴ്ചകളും പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ ഒത്തിണങ്ങുന്ന മറ്റൊരു അതിമനോഹരമായ വീഡിയോ എന്ന് തന്നെ പറയട്ടെ. അതിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ. പോരുന്നുണ്ടോ ആരെങ്കിലും എൻ്റെ കൂടെ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ്. വീക്കെൻഡിൽ നമ്മൾ ടൂർ പോവില്ലേ, അതുപോലെയാണ് കേട്ടോ അച്ഛനും അമ്മയും ഇവിടെ വരുന്നത്. ഇവിടെ വന്നാൽ തന്നെ വെറുതെ ഇരിക്കൂല. ഈ പറമ്പിലും കാട്ടിലും മേട്ടിലും ഒക്കെ അരഞ്ഞ് തിരിഞ്ഞ് രണ്ടാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തിയുടെ കാല് നോക്കി അയാളുടെ വൃത്തിയും വെടുപ്പും അറിയാൻ പറ്റും അത്രേ. അതുപോലെ തന്നെ ഒരു വീടിന്റെ മുറ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എത്രയും വൃത്തിയും വെടുപ്പുണ്ടെന്ന് അറിയാൻ പറ്റും എന്നാണ് പറയാ. ഇന്നത്തെ കാലത്ത് മുറ്റൊന്നും ഇല്ല കേട്ടോ. മാത്രമല്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ എന്ത് മുറ്റം. മാത്രമല്ല നമുക്ക് എന്താ പറയാ, എപ്പോഴും മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി ഇടാനൊന്നും പറ്റൂല തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. എങ്കിലും ഈ മുറ്റം ഇതുപോലെ കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ പുല്ലിന് തെളിക്കുന്ന മരുന്നൊക്കെ തെളിച്ച് മുറ്റത്തെ പുല്ലൊക്കെ കരിയിപ്പിച്ച് അതൊക്കെ പറിച്ച് കളഞ്ഞ് സദ്യ ഉണ്ണാൻ പരുവത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റം അടിപൊളിയായിട്ട് നല്ല വൃത്തിക്കും വെടുപ്പിനും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു ശോകകരമായ വാർത്ത നിങ്ങളെ അറിയിക്കാനും കൂടിയുണ്ട്. അപ്പൊ അമ്മ കാലത്ത് തന്നെ എണീറ്റ് ഇവിടുത്തെ ചെടികളൊക്കെ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അമ്മ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നാലും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ 10 മണികളുണ്ടല്ലോ, മഴക്കാലമായിട്ടുണ്ടെങ്കിൽ 10 മണികളും ഒന്നും പൂവുണ്ടാവില്ല. ഈ ചെടികൾ അപ്പാടെ ഇങ്ങനെ നശിച്ച് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് മഴ കൊള്ളാത്തോടത്തൊക്കെ വെക്കണം. മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഉണ്ടാവുകയില്ല. വെയിലിനേക്കാളും കഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ ആ ഒരു ടയറാണത്, നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ടയറില്ലേ, അതാണ് കേട്ടോ. അതിൽ മുഴുവൻ ചെടികൾ വെക്കാൻ പോവാണ്. അപ്പോൾ മനോഹരമായ പ്രഭാതത്തിൽ ആസ്വദിച്ചുകൊണ്ട് അമ്മ കുറച്ച് ചെടികൾ നടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അച്ഛൻ നമ്മുടെ വാഴയിലത്തെ ആവശ്യമില്ലാത്ത പട്ടകളും തണ്ടുകളൊക്കെ വെട്ടിക്കളയാണ്. പിന്നെ അവിടെ കുറെ ചീരകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളയാണ്. അച്ഛനും അമ്മയ്ക്കും ഇവിടെ വരുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമുണ്ട്. ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ശ്രീക്ക് അച്ഛനും അമ്മേനെയും ഇവിടെ കൊണ്ട് നിർത്തിക്കൂടെയെന്ന്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വന്ന് നിൽക്കാം. പക്ഷെ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അച്ഛനമ്മ കേട്ടോ. അവർക്ക് സ്വന്തമായി ജോലിക്ക് പോകണം, അവരുടേതായ ഒരു ചിട്ടയുണ്ട് ലൈഫിൽ. അപ്പൊ അത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ചീരയൊക്കെ അച്ഛൻ വലിച്ചു ഇല്ലേ അച്ഛാ? ഇവിടത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള വാഴയുണ്ട് അല്ലേ? നല്ല മണ്ണ് കൊണ്ടിടുക, വാഴയുടെ കിടക്കിലത്തെ മണ്ണ തന്നെ. അപ്പോൾ നല്ല വെള്ളം. ഏതെങ്കിലുമൊക്കെ കാലത്ത് നമ്മുടെ സഹായം വേണ്ടി വരുമ്പോൾ അച്ഛനമ്മയും പറയാന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ, അവരുടെ ഇഷ്ടത്തിന്. മരുന്നടിച്ചു കൊടുക്കണം, വെട്ടി കളഞ്ഞിട്ട്. ഫംഗസ് വേണ്ട. ഈ ബ്ലൂ ഗോറിയമ നിറച്ച് പൂപ്പലൊക്കെ പിടിച്ചു എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. ഈ മഴ അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഞാൻ ഈ ചെടിയുടെ അടുത്തേക്ക് വരുന്നത് വളരെ കുറവാണ്. അപ്പം അമ്മയാണ് ഇവിടെ നിന്ന് വന്ന് ചെടികൾ അങ്ങോട്ട് നടന്നത്, അങ്ങോട്ടുള്ള ചെടികൾ ഇങ്ങോട്ട് നടന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കോർണർ ഗാർഡനിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളുണ്ടല്ലോ, ആ ചെടികളിൽ നിന്ന് ഒരുപാട് തണ്ടുകളൊക്കെ വെട്ടിയെടുത്തിട്ട് അമ്മ ആ ടയറിൽ നടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഈ മഴക്കാലത്ത് നടുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം കെട്ടി നിന്ന ചെടികൾ ഉണ്ടാവില്ല, വേരും മുളയ്ക്കില്ല. എങ്കിലും ആളുടെ ഇഷ്ടത്തിനാണ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ എല്ലാ ആഴ്ചയും പുല്ല് പറിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഞാനും ശാന്തമ്മയൊക്കെ ഇരുന്നും കിടന്നും നിന്നും പുല്ല് പറിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതൊരവസ്ഥയിലെത്തും. പിന്നെ ഇവിടെ പശുക്കളൊക്കെ കുറവാണ് ഇപ്പം എല്ലാ വീടുകളിലും. ഇതിനൊക്കെ നോക്കാൻ ഭയങ്കര പാടല്ലേ. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫാമുകളാണ്, അവർ വേറെ എന്തെങ്കിലും രീതികളാണ് അവലംബിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അമ്മ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രക്ക് വെട്ടിയിട്ട് നമ്മള് നട്ട് നോക്കട്ടെ. 2 ദിവസം കടയൊക്കെ വെച്ച് ഇങ്ങനെ പരന്നിങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ചെടിയാട്ടത്, നിറയെ പൂവുണ്ടാവും. വീട്ടിലൊരു കട നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. മോള് പറയാ, അപ്പൊ സൂര്യ മോള് പറയും ഇത് വെക്കുന്നതാകുമ്പോൾ എളുപ്പം, അതിന് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടേ, അത് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടായിക്കോളൂ.
നമ്മുടെ വീടിൻ്റെ മുറ്റം എന്താ പറയുക ടൈലിടണം. അതാണ് എൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഒരുപാട് വേണ്ട കാരണം പിന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഏറ്റവും ഭംഗി സത്യം പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ വലിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ അമ്മ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ടുള്ള ആ ചട്ടികളിലൊക്കെ അമ്മ അതേ ചെടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോഴേ മണ്ണ് നിറക്കിലൊക്കെ കഴിഞ്ഞു ഇവിടെ. ഇനി ഇത് ഓരോന്നോരോന്നാട് വെച്ചു കൊടുക്കാം. കാലത്ത് എണീറ്റിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ചെടികളോ അല്ലെങ്കിൽ കാടോ നാടോ വീടോ എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം. അതൊരു പ്രത്യേക വൈബാട്ടോ. ഇത് വേറെ ചെടിയാട്ടാ, നമ്മുടെ മോർണിംഗ് ഗ്ലോറി. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ലടാന്ന് പറഞ്ഞിട്ട് മണി 2.0 ഓടിപ്പോണത് കണ്ട. മണി മൂത്തോള ഓടിപ്പിച്ചിട്ടുണ്ടാവും പാല് കുടിക്കാൻ വന്നപ്പോഴേ. അത് കാരണം കൊണ്ടാ. അങ്ങനെ സൂര്യഭഗവാനൊക്കെ ഉദിച്ച് ഉച്ചയ്ക്ക് മുകളിലേക്ക് വന്നപ്പോഴാണ് അമ്മ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇവിടെ അങ്ങനെ മറന്നുണ്ട്. അമ്മയുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് കേട്ടോ പുട്ട്. അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറും മീൻകറിയും ഒക്കെ കേട്ടോ. ഇവിടെ ഭാഗ്യന അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇത്ര അധികം വെള്ളം കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ നാളികേരം ചിരവീത് ഇട്ടിട്ട് ഒന്ന് വെള്ളം പോലെ ആക്കി 20 മിനിറ്റ് വെക്കുകയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റയിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ പൊൻകതിറിൻ്റെ. നമ്മൾ മിക്കതും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് വേറെ ബ്രാൻഡുകളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പൊൻകതിർ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. വൈകുന്നേരം വരെ ആ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്തിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് പുഴുങ്ങാനുള്ളതില്ല. അപ്പോൾ ഞാനിങ്ങനെ നെയ്യിലൊക്കെ നമ്മളിങ്ങനെ വഴട്ടിയെടുക്കാന്ന് പറയില്ലേ, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതുപോലെ ചെയ്തു വെച്ചു. പിന്നെ ഇത് അതുപോലെ തന്നെ അച്ഛൻ എന്തും ചെലവുകയാണ്. അച്ഛൻ എന്തും പോണ ഒരാളാണ്. അമ്മയാണ് പിന്നെയും കുറച്ച് ചിട്ടകളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അമ്മ ആ ചിട്ടകളിലൂടെ കൊണ്ടുപോകുന്ന കാരണം കൊണ്ടായിരിക്കും കേട്ടോ കുറച്ചും കൂടെ അവരുടെ ലൈഫ് ഒരു അടുക്കും ചിട്ടയുണ്ട്. നമ്മുടെ ലൈഫ് പോലെയൊന്നല്ല, കുറച്ചും കൂടി എന്താ പറയുക ഓർഗനൈസ്ഡ് ആണെന്ന് പറയില്ലേ. അപ്പോൾ ഞാനാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ആൾ, ഏറ്റവും തിരക്കുള്ള ആളും ഞാനായ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അച്ഛനമ്മയും വരുന്ന ദിവസങ്ങളിലാണ് ജീവിതം ഒന്ന് ഓർഗനൈസ്ഡ് ആവുന്നത്. അങ്ങനെ നമ്മൾ ആവി പറക്കുന്ന ആ പുട്ട് ആ വെയിലത്ത് ഇങ്ങനെ ആവി പറക്കണ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കാം, എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഉപ്പുമാവും കൂടി ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പുട്ട് തിന്നുന്ന സമയത്തായിരിക്കും രഘുവേട്ടനും അതുപോലെ തന്നെ പണിക്ക് ചേട്ടന്മാരാരെങ്കിലും അടുത്ത പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ആ പുട്ടാണോ അന്ന് ഇടിക്കടി ഒരു കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ചധികം വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പണികളൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിലാണ് രഘുവേട്ടനും അതുപോലെ തന്നെ രമേശ് ചേട്ടനും പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ പണി ഇല്ലായിരുന്നു, പണി ഞാൻ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബീൻസ്, കൊത്തമര, അതോടൊപ്പം തന്നെ കായ അതിട്ടിട്ട് നമ്മുടെ പലവകയാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത്. അത് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പരിയണ്ട ഉപ്പ് നമ്മൾ അതിലിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് അധികം ഉണ്ടല്ലോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ആൾക്കാരുണ്ടല്ലോ, അത് കാരണം കൊണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിനെ കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയെ അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കലിലൊന്ന് ഇടിച്ചെടുക്കുകയെ ചെയ്താലും മതി. പക്ഷെ നമുക്കിന്ന് മൂഡ് കാലത്ത് തൊട്ടേ ശരിയല്ലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു മുഖത്തെ വീർമത കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറ്റന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മോരുകറിയെന്ന്. എന്നാൽ മോരുകറിയും കൂടി വെച്ച് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ മോരുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേന ഇട്ടിട്ട് വയ്ക്കാം, ചേമ്പ് ഇട്ടിട്ട് വയ്ക്കാം, നേന്ത്രക്കായ ഇട്ടിട്ട് വയ്ക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ കുമ്പളങ്ങ ഇട്ട് വെക്കുന്നതും അതുപോലെ തന്നെ വെള്ളരിക്ക ഇട്ട് വെക്കുന്നതാണ് കൂടുതലും ചിലവാകുന്നത്. മാത്രമല്ല മോര് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച മോര് കറിയായിരിക്കും. അന്നത്തെ ഒരു ദിവസം മാത്രമാണ് നമുക്കിവിടെ ജോലിക്ക് വരുന്ന ചേട്ടന്മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം വേറെ കറി ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ നമ്മളുടെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും ചട്ടിയിൽ നല്ല ഭംഗിയിൽ. ഏറ്റവും ലാസ്റ്റ് ഒരു കുറുക്ക് കാളനാവുമ്പോൾ ഞാനതിനെ കുറച്ച് ചോറൊക്കെ ഇട്ട് ഒരു പിടുത്തം പിടിച്ച് അവസാനിപ്പിക്കും. അങ്ങനെ നമ്മൾ പരിപാടികൾക്കൊടുവിൽ നമ്മുടെ വെള്ളരിക്കയല്ലേ അടുത്ത് വെള്ളരിക്കയിൽ കുറച്ച്
പച്ചമുളകും, നാടൻ പച്ചമുളകും, അതുപോലെ തന്നെ കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ പകർത്തണതിന് പകരം നേരിട്ട് അതിലേക്ക് ഒഴിച്ചതാട്ടോ. ഇത്രയും വലിയ പാത്രത്തിലാണോ വെളിച്ചെണ്ണ ശേഖരിച്ച് വെക്കുന്നതെന്ന് വിചാരിക്കരുത്. അത് നമ്മൾ കുഞ്ഞിലൊക്കെ ഉപയോഗിച്ചിട്ട് ഫണലല്ലേ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ഈ ഉപ്പേരിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, നമുക്കിവിടെ ഉപ്പേരിയാണ്, ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്തെ കഞ്ഞിക്ക് ഇതും കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ സെറ്റാണ് കാര്യം. കുറച്ച് കഞ്ഞിയും ഒത്തിരി കൂട്ടാനും, അതാണ് ഇവിടുത്തെ പോളിസി കേട്ടോ. ഇപ്പോൾ ചേട്ടന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ പറയുന്നത് ഒരുപാട് ചോറൊന്നും കഴിക്കേണ്ടടി പെണ്ണെ, കുറച്ച് കൂട്ടാ അധികം ഇടുന്നു പറയും. പണിക്കാരുണ്ടാവുന്ന ഒരു സൺഡേണേ, അപ്പോൾ പണിക്കാരുണ്ടാവുന്നത് നമുക്കറിയില്ല. അപ്പോൾ ചോറ് നല്ല വേവുള്ള അരിയാ. അപ്പോൾ ചോറ് ഇട്ടപ്പോൾ വെന്തില്ല. അപ്പോൾ ഞാൻ വേഗം റൈസ് കുക്കറിൽ നിന്നെടുത്ത്, രണ്ടാളല്ലോ ഇത്തിരി നല്ല പെട്ടെന്ന് വേവിച്ച് കൊടുക്കുക. ഇവിടെ കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ച അരിക്ക് നല്ല വേവുണ്ട്. എത്ര നേരം വേവിച്ചിട്ടും വേവണില്ല കേട്ടോ. അവസാനം കുറേ നേരം അമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. 10 മണിയാകുമ്പോഴാണ് നമ്മുടെ ഇവിടെ കഞ്ഞി കൊടുക്കുക. ഞാൻ ഈ കഞ്ഞിയാണ് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ സൈഡിലുള്ളവർ പറഞ്ഞു, ചേച്ചി ഇവിടെ കാലത്ത് പൊറോട്ടയും ചിക്കനൊക്കെ കൊടുത്തില്ലെങ്കിൽ ഒരു തല്ലും, ജോലിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. നമുക്കിവിടെ കഞ്ഞി ഇല്ലെങ്കിൽ അവർ പണിക്ക് വരില്ല. അങ്ങനെ നമ്മൾ അപൂർവമായി സംഭവിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന മുഹൂർത്തത്തിലേക്ക് ാണ് പ്രഭാത ഭക്ഷണം അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഈ വർഷത്തെ കൃഷി നശിച്ചു പോയി. അബദ്ധം പറ്റിയതാണ്. അതായത് ശ്രീ മുറ്റത്തെ പുല്ല് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് കളനാശിനി തെളിച്ചിട്ടുണ്ടായിരുന്നു. ഇതറിയാണ്ട് രഘു നമ്മുടെ പടവലത്തിൽ നല്ല കേടുണ്ടായിരുന്നു. ഈ ബട്ടൺസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതിനൊരു മരുന്ന് തെളിച്ചതാണ്. കുറ്റി കഴുകാത്തതുകൊണ്ട് അത് മുഴുവൻ കുറ്റി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറ്റി കഴുകി അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ വട്ടം കഴുകണമായിരുന്നു. നല്ല വിലയുള്ള സമയത്ത് കിട്ടേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ പടവലയ്ക്ക് ഭയങ്കര വിലയാണ്. പൊട്ടിച്ച് തുടങ്ങാറായതാണ്. അപ്പോ എനിക്ക് അതുകൊണ്ട് സങ്കടം. ഞാൻ കാരണം രഘുവേട്ടന് ഒന്നും പറഞ്ഞില്ല ചേട്ടൻ, പക്ഷെ നല്ല രഘുവേട്ടൻ. ഇനിയിപ്പോ രണ്ടാമത് കുത്തി ഉണ്ടാക്കി വരുമ്പോ നമുക്ക് വില കിട്ടുന്ന സമയമല്ല, തീരെ വില കുറഞ്ഞ സമയത്തേക്ക് ആവാം. എന്തായാലും കുത്തുണ്ട്. അല്ല, നമുക്ക് കൃഷിയായ കാരണം കൊണ്ടേ നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാരണം കൊണ്ട് ചിലവർക്ക് ചെറുപ്പം സ്ഥല കഴിയിട്ട്, പക്ഷെ നമ്മൾക്ക് അത് ആ മണ്ണൊരുക്കിയപ്പോ തൊട്ട് അത് ഉണ്ടായി തുടങ്ങിയായിരുന്നു. അതായത് പടവലങ്ങ ഉണ്ടായി തുടങ്ങി എല്ലാ പണി കഴിഞ്ഞാൽ, അതായത് കുത്തി മുളച്ചു വന്നു, ഞൊടി കുത്തി വള്ളി കെട്ടി പന്തലിട്ടു, അതിനിടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുത്ത്, അതിനിടയ്ക്കിടയ്ക്ക് പുല്ല് ചെത്തി കൂട്ടി പൊലി കൂട്ടി എല്ലാ പണിയും ഇനി അത് പൊട്ടിച്ചാൽ മതി പോയിട്ട്. അങ്ങനെ എല്ലാ പണി കഴിഞ്ഞെടുക്കുമ്പോഴാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ അറിവില്ലായ്മ നമ്മളൊരു വർഷത്തെ കുറച്ചല്ല കൂടുതലുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് നമ്മള് 10-800 വാഴയൊക്കെ വെച്ചാർന്ന സ്ഥലല്ലേ മൊത്തം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കിട്ടാ. എനിക്ക് നല്ല സമാധാനം. കാണിച്ചു തരാം. കുറച്ചുണ്ടവിടെ പോയത് പടവലങ്ങ അങ്ങനെ നശിച്ചു പോയിട്ടില്ലേ. പക്ഷെ അതൊന്നും ഇനി കാര്യമായിട്ട് കായൊന്നും ഉണ്ടാവില്ല, കാരണം ഒക്കെ വെള്ളത്തിൽ പോകും. ഇപ്പൊ മനസ്സിലായില്ലേ മുഖത്തെ വീർമതിക്ക് കാരണം എന്താന്ന്? ഇതാ രണ്ടാമത് കുത്താൻ പോവാ. ഈ അരി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദാരുണമായ കാഴ്ച. കാരണം കൃഷി ഇറക്കുന്ന സമയത്ത് അനുസരിച്ചിരിക്കും നമുക്ക് ലാഭം ഉണ്ടാവുക. നല്ല ലാഭം കിട്ടണ ആ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് ഭാഗ്യം കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോൾ എന്താ പറയുക, ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അവിടെ നിന്ന് ചെത്തിക്കൂട്ടാ രഘുവേട്ടനും രമേശ് ചേട്ടനും
കുഞ്ഞി അശ്രദ്ധകൾ വലിയ നഷ്ടം വരുത്തി വെക്കുന്നു. എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. കണ്ടോ, ഒരു 10-15 ദിവസത്തെ വലിപ്പമുണ്ടെന്ന് തോന്നുന്നു ഇതിന്. ഇത് 10 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടാവാൻ തുടങ്ങും. അതിനെയാണ് എൻ്റെ ഒരു കുഞ്ഞി അശ്രദ്ധ കൊണ്ട് ഇതുപോലെ ആക്കി വെച്ചത്. ഞാൻ വിചാരിച്ചത് ചിത്ത വെക്കുന്ന നമ്മള് വീട്ടിലിരുന്ന് കയ്പകായും പടവലങ്ങ ഒക്കെ തിന്നുമ്പോ ആലോചിക്കണ്ടല്ലേ രമേശേട്ടാ ഇതിന്റെ പിന്നിൽ ഇത്ര അധികം എഫേർട്ട് ഉണ്ടെന്ന്. കാര്യം നമ്മള് ഇപ്പൊ 30 രൂപ കൊടുത്തിട്ട് പറഞ്ഞ മേടിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ പിന്നിൽ എന്തോരം ആൾക്കാരെ പണിയുണ്ടല്ലേ, എന്തോരം നാളത്തെ പണിയുണ്ട്. ശരിയല്ലേ, നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പിന്നിൽ എത്രയോ ആൾക്കാരെ അധ്വാനം ഉണ്ട്. അത് കാരണം കൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിൽ എവിടെ. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു കൃഷിക്കാരായ കാരണം കൊണ്ടായിരിക്കട്ടെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ്. അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കുറച്ചധികം മൂട് എന്താ പറയാ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ രഘുവേട്ടനും ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. മരുന്നായി എല്ലാം നശിച്ചു പോയി. അപ്പോൾ നമ്മുടെ കൈപ്പേടയും പടവലത്തിൻ്റെയും ദാരുണമായ അന്ത്യം കാണിച്ചു തരാൻ പറയാം. അന്ത്യം കാണാനാ? അന്ത്യം ഞാനിവിടെ നിന്ന് മോളിൽ നോക്കിയപ്പോൾ കണ്ടു. ഇന്നലെ തൊട്ട് കാണുന്നത് എൻ്റെ മോൻ വലിയ സങ്കടത്തിലാണ്. പോയി പക്ഷെ പൊട്ടിക്കാറായതാണേ. അല്ല പൊട്ടിക്കാറായതല്ല, ഇനി പൊട്ടിക്കേ വേണ്ടു. കടന്ന് എല്ലാ പണിയും കഴിഞ്ഞതായിരുന്നു. സങ്കടം കൊണ്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അന്ത്യം കാണാൻ. മുളച്ച് വന്ന് കണ്ടോ, നമ്മൾ ഞൊടിയുടെ ഇതൊക്കെ ചുറ്റിക്കെട്ടലൊക്കെ കഴിഞ്ഞതാണ്. അതൊക്കെ വലിച്ചു കളഞ്ഞ് ചെത്തി ഇനി രണ്ടാമത് കുത്താൻ പോവാം. അവിടെ പണി നടക്കുന്നു. പടവല എവിടെയാണ് കേട്ടോ. പടവലേ കാണുമ്പോൾ നമുക്കത് കേടായത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നില്ല. പക്ഷേ ഇത് വെള്ളക്കൂമ്പ് വന്നു കണ്ട. വെള്ളക്കൂമ്പല്ല, ഒക്കെ വാടി. ഇതേ ഇവിടെ ഈ മഴ പെയ്ത് തുറന്നുള്ള അപ്പോൾ ഇത് കണ്ട വാടി നിൽക്കുന്നുണ്ട് ഇലകൾ. അതുണ്ടായി തുടങ്ങിയത് കണ്ട. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൂമ്പുകൾ കണ്ട ശോഷിച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട്. അതിനിത് ഉഷാറാവില്ല. ഒരു കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ്. ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കൃഷിയിൽ ഇങ്ങനെയൊക്കെ പതിവാണ്. അതുകൊണ്ട് ഇത് നമ്മളുടെ അബദ്ധമാണ്. ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ കളനാശിനി തെളിച്ചിട്ടുണ്ടാവുക കുത്തി ഉപയോഗിച്ചെന്നുള്ളത് അറിഞ്ഞില്ല. ഇതിലെ പോവാൻ ചക്ക പൊട്ടിക്കാൻ ഭാഗ്യ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, കച്ചവടത്തിനേക്കാളും ഇഷ്ടം കൃഷിയാണെന്ന്. പക്ഷെ കൃഷിയിൽ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഡിസപ്പോയിൻമെന്റ് ആവുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ നിസ്സാരം അല്ലേ. ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടല്ലോ. കാർഷിക ലോണൊക്കെ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ചേട്ടന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ് ഭാഗ്യനെ എന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും കാക്കയ്ക്ക് തൻ കുഞ്ഞെന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടേതാകുമ്പോൾ കുറച്ച് വലുപ്പം കൂടുമല്ലോ എന്ന്. എന്നാലും അത് ഇത്തിരി നേരം ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നു. ഈ കുഞ്ഞു പൂക്കളൊക്കെ കരിയുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സങ്കടം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കാണുമ്പോൾ അത് വലിയ സംഭവം തോന്നില്ല നമുക്ക്. പക്ഷെ ആയിരജാക്ക വിയറ്റ്നാം സൂപ്പർ എയറിൽ എന്തൊക്കെ പേരൊന്നും അറിയില്ല. രണ്ടുമൊന്നല്ലേ? വേറെ എല്ലായിടത്തും ചക്കയൊക്കെ കഴിഞ്ഞൂലേ. നമ്മുടെ ഇവിടെ ചക്കയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ചക്ക വീഡിയോസ് കുറച്ചിടണം. മഴ പെയ്തു ഗൈസ്, മഴ. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കുറച്ചു നേരം മഴയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ. കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു. വേറെ വല്ലവരാണെങ്കിൽ നല്ല വഴക്ക് കേട്ടാനെ. ഭാഗ്യ എന്നോട് ഒന്നും പറഞ്ഞില്ല. അതൊന്നും സാരില്ല മോനെ, അത് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് വെച്ചതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്നിന് സെറ്റാക്കിയാലോ. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കണത് നാളികേരം, അതുപോലെ തന്നെ കുഞ്ഞുള്ളി, അതിൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുരുമുളക് പൊടി, വേപ്പിൻ്റെ ഇല. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് മുഴുവൻ ഇട്ടാലും മതി കേട്ടോ. അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരച്ച് ഒഴിക്കാൻ, അത് വേവിക്കാൻ വെക്കുക. എനിക്കിഷ്ടം നമ്പർ ആർട്സില്ലേ, ആർട്ട്, അത് വരയ്ക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ രണ്ടുകൊണ്ട് ഇങ്ങനെ കിളികളൊക്കെ വരയ്ക്കുന്നുണ്ട്. ശരിയാവുന്നില്ല ചേട്ടാ. ഇങ്ങനെയൊക്കെ വരുള്ളൂ.
ഇത് കുറച്ച് നേരം കൊണ്ട് വരയ്ക്കുന്നതാട്ടാ. അവര് വരയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നതാ. ഇവിടെ കിളിയിലൊക്കെ വരച്ച് ഞാൻ കൊറേ നോക്കി. ബാറ്ററിയുടെ പെട്ടി. അമ്മയുടെ ആന അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോഴേക്കും നമ്മളതിൽ മോര് ഒഴിച്ചു കേട്ടോ. മോര് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇങ്ങനെയൊന്നല്ല സ്ത്രീ മോര് കൂട്ടാൻ വെക്കുകയെന്ന് പറയുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതികളില്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ വെക്കുന്ന പോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെതായ റെസിപ്പി എന്ന് പറയാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ എന്തുണ്ടിടാ. അപ്പോൾ നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ. ചെമ്മീൻ ചമ്മന്തി ഒരോടന്നെ നമ്മുടെ തലൂര് വീട്ടിലായിരിക്കുമ്പോൾ എന്നും ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അനിയത്തിമാരാണ് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പറയാറുണ്ട്, ശ്രീ അടിപൊളിയായിട്ടുണ്ടായിരുന്നൂടാ എന്ന് പറയാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ മക്കളെ സ്വർഗം കിട്ടിയ സന്തോഷമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് അപ്പുറത്തെ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോടാ എന്ന് പറയുമ്പോൾ സംഭവം നമുക്ക് വേറൊരു ലെവലിലെത്തും. നമുക്ക് എന്നൊരു കോൺഫിഡൻസ് വരും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയിച്ചോളൂ കേട്ടോ. ഇൻസ്റ്റാ പേജിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി. അപ്പോൾ കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടാൻ വരും. ഇത്രയും വലിയ വ്ളോഗ് ഫുള്ളായിട്ട് കാണണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഒന്നുമില്ല, അതിലേക്ക് കുറച്ച് താളിപ്പും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കൂട്ടാനും റെഡിയായി. മോര് കൂട്ടാൻ നമ്മൾ കപ്പളങ്ങിയില്ലേ എന്നതിനോട് പറയാം, പപ്പക്കായ, നമ്മുടെ ഇവിടെ കൊപ്പക്കായ എന്ന് പറയും, അതിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കണതൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട് കേട്ടോ. അപ്പം അമ്മ ഈ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ എന്തിനാണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ കായപ്പേരി, ചെമ്മീൻ ചമ്മന്തി, മോര് കറി. പിടി പിടിക്കാൻ അപ്പോൾ ആ പോയ വ്യക്തിയുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടുണ്ട് അത്രേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചിക്കൻ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര അധികം ചിക്കൻ റെഡിയാക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഇത് ശരിയാവുമെന്ന് അറിയണ്ടേ, ഇത് ശരിയായിട്ട് വേണം ആരുടെയെങ്കിലുമൊക്കെ എൻഗേജ്മെൻറ്റിന് കല്യാണത്തിന് എനിക്കും വെപ്പിന് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി മാത്രം ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ ഒരു വലിയൊരു എന്താ അതിനോട് പറയാം, ഒരു വട്ടക പോലത്തെ സംഭവമില്ലേ, അതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പതിവ് പോലെ തന്നെ നമ്മുടെ പതിവ് പരിപാടികൾ തന്നെ, പക്ഷെ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്ന് മാത്രം. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിയാവും എന്നുള്ളൊരു തോന്നലിൽ അങ്ങോട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പം അതങ്ങോട്ട് ശരിയായിക്കോളൂടാ. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കാറുള്ളത്. ഈ ഉരുളി ചൂടാവുമ്പോഴേക്കും 2 ഉരുളിക്കുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉരുളിയിൽ മസാല തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവോള നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തതും നീളനെ അരിഞ്ഞെടുത്തതും ഉണ്ട് കേട്ടോ. പ്രീതിയേച്ച് സഹായത്തിനുള്ള കാരണം കൊണ്ട് അമ്മോട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം അത് ഉച്ചയുണ്ടായിരുന്നു നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ. കുറച്ച് പരിപാടികളും വർത്താനം പറഞ്ഞിരിക്കലും മഴയൊക്കെ ആയ കാരണം കൊണ്ട് കുറച്ച് വൈകി. പിന്നെ 6 മണിക്കാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തിന് മതിയല്ലോ. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പ്രീതിയേച്ച് അരച്ച് തന്നിട്ടുള്ള സംഭവങ്ങൾ അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുമ്പോൾ വേണം നമ്മൾ ബാക്കി സംഭവങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പുറത്തെ കിച്ചണിലാവുമ്പോൾ നമ്മുടെ ഈ അടുപ്പ് വലുതാണ്, അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ആയിക്കോളും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേ അടുപ്പുണ്ടല്ലോ, എന്താണ് പറയുക, നമ്മൾ ദേഹെണ്ണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ 4 ചതുരക്കട്ട അടുപ്പ്, അതുണ്ട്. അതിന് എടുത്തു കൊണ്ടുവന്ന് വെച്ച് ഒക്കെ വരുമ്പോഴേക്കും പണിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും തന്നെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞ സവോളയും കുറച്ച് നീളനെ അരിഞ്ഞ സവോളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നല്ല എന്താ പറയുക, പച്ചമണമൊക്കെ ഒന്ന് മാറി വഴണ്ട് വരുമ്പോൾ നമുക്കതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി. ഇതൊക്കെ മല്ലിപ്പൊടി ഞാൻ ഏറ്റവും കുറവാണ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ ഗരം മസാല കുറവ് തന്നെ ഇടാറുള്ളത്. കാരണം ഗരം മസാല ഇടുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കറിയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ വരാണ്ട് എല്ലാത്തിനും വേറൊരു ഫ്ലേവർ, ഈ ഒരു മസാല ഫ്ലേവർ വരുന്ന പോലെ തോന്നും. അപ്പം അങ്ങനെ വരണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ ആ ഒരു മണം മുന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല കുറയ്ക്കാം കേട്ടോ. എല്ലാം കൂടി കൂട്ടി ഇളക്കി അവസാനം കുരുമുളകും കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മസാലയും കൂടി ഇട്ടപ്പോൾ ഗ്രേവി റെഡി. കമ്പനി കൂടലിന്റെ ഭാഗമായിട്ടുള്ള ഇളക്കലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 കിലോ ചിക്കൻ, 17 കിലോ ചിക്കനാണ് ഞങ്ങൾ വെക്കുന്നത്. നല്ല വർഷക്കാലൊക്കെ നല്ല ഉപയോഗിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടാന്ന് വിചാരിച്ചു. രസമാണ്.
കൂടിക്കോ ഇതിന്റെ ബാക്കി വേറെ വേറെ വീടുകളിലാട്ടാ. ഏതൊക്കെയാ? ബാക്കി കപ്പ തന്നെയുള്ളോ? കപ്പയും ചിക്കൻ മാത്രമേ ഉള്ളൂ അല്ലേ? കൊള്ളി കൂട്ടി കഴിക്കാനാ മോനെ കുറച്ച് ചാറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ കൊള്ളി എന്ന് പറയുന്നത് കപ്പ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു 5-6 തക്കാളിയും കൂടി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചൊഴിക്കാമെന്ന്. അങ്ങനെ അടിച്ചൊഴിച്ച് അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഗ്രേവിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് നമ്മൾ 2 പാത്രത്തിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് 2 ഉരുളിയിൽ. സഹായത്തിനായിട്ട് എൻ്റെ പുത്രൻ ദേവാനന്ദ് ഭാഗ്യരാജ് ഉണ്ട്. ശ്രീകുട്ടൻ്റെ പേരെന്താന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ദേവാനന്ദ് ഭാഗ്യരാജ് എന്നാണ് ആളുടെ പേര്. അങ്ങനെ നമ്മൾ ആ ഒരു പോർഷൻ 2ലേക്ക് വേണ്ടി മാറ്റി ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പപ്പ ചെയ്യുന്നത് കൗതുകത്തോടെ നോക്കിക്കുന്ന ശ്രീകുട്ടല്ലേ. ഇവരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്നേഹമില്ലാത്തവരൊക്കെ ഉള്ള ലോകത്തെക്കുറിച്ച് എന്ത് ശൂന്യതയായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് ഞെട്ടി എണിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ലോകത്തിനെ പരിപൂർണമാക്കുന്നത് എപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർ കൂടെയുള്ളപ്പോഴാണ്. നമ്മളെ കാണാൻ ഇഷ്ടപ്പെടാത്തവർ, നമ്മളെ ഇഷ്ടമില്ലാത്തവർ ചുറ്റും കൂടുമ്പോൾ നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുക. പലപ്പോഴും നമ്മളതിനെ ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് കായിട്ടിട്ടാണ് മക്കളെ എന്ത് വെക്കുന്നത്, ചിക്കൻ വെക്കുന്നത്. കായിട്ടിട്ട് ചിക്കൻ വെക്കൂ ശ്രീന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ ഒരു റീൽ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ കായിട്ടിട്ട് ചിക്കൻ വെക്കൂട്ടോ. അതിലത്തെ കായ പറക്കി തിന്നെ അപ്പാര ടേസ്റ്റാടാ, ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ചേച്ചിമാർ. നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഇത് കൊള്ളിയും കായും കൂർക്കയും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ വെക്കുന്നത് പോർക്ക് വെക്കുന്നതൊന്നും ഒരു പുത്തരിയല്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ചില നാടുകളിൽ ഈ പരിപാടി ഈ സമ്പ്രദായം ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ സംഭവം കിടുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ രണ്ടും അച്ഛനുള്ള കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൂട്ടി തന്നിട്ടുണ്ട്. വീട്ടിൽ അച്ഛൻ തന്നെയാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ ഓടി വരാനായിട്ട് അച്ഛനുള്ള കാരണം കൊണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ സമ്പൂർണ്ണമായി. പിന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ കാലത്തുള്ള ആ ഉപ്പുമാവ്, അത് കാലത്തുള്ള പുട്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി. വെറുതെ കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചോപ്പർ കൂട്ടനിൽ അരിഞ്ഞെടുത്ത് അതിലിട്ട് സംഭവം സെറ്റാക്കിയെന്ന് മാത്രം. അപ്പോൾ ചേട്ടന്മാർക്ക് 4 മണിക്കുള്ള കറിയായി. എൻ്റെ 2 ഉരുളി ചിക്കൻ കറി റെഡിയായിടാ. സംഭവം കിടുവായിരുന്നു കേട്ടോ. ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ പറയാ കിടുവായിരുന്നു എന്ന്. അല്ലാണ്ട് വേറെ ആരാ പറയാ, ഞാൻ എന്നെ പറയണ്ടേ. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ശരിയാവുള്ളൂ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും കഴിച്ചിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ ഉപ്പ് ഇത്തിരി ഫ്രണ്ടിലേക്ക് നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത എക്സ്പെരിമെൻറ്റിന് ഫലം കണ്ടിരിക്കുകയാണ് മക്കളെ. ഇവർ അംഗീകരിച്ചിരിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സദ്യ 10,000 പേർക്ക് ചെയ്യുന്ന സദ്യ കാര്യങ്ങൾക്കൊക്കെ എന്നെ വേണമെങ്കിൽ വിളിച്ചോളൂ. മൈ നമ്പർ ഈസ് 2225. എല്ലാ പണികൾക്ക് ശേഷം വൃത്തിയാക്കി അമ്മ ബാക്കി എന്നിട്ടാണ് ചെയ്യാൻ അങ്ങനെ ഒരു 10-20 കിലോ ഇറച്ചിയൊക്കെ വെച്ച് ഒക്കെ റെഡിയാക്കി അടിപൊളി ടേസ്റ്റോട് കൂടി വെച്ചു. അപ്പോൾ അത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ഇരുന്നവർ എല്ലാവരും കൂടി കൂടുണ്ടേ, അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ കാറിൽ ബാക്കിൽ ഉള്ളിൽ നിറച്ച് ഒരു ഉള്ളിലേക്കാക്കി ഫുള്ളാക്കിയപ്പോൾ അതിങ്ങനെ കാറിലെടുക്കുമ്പോൾ അതേപോലെ അത് പോകും. അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ഒരു പാത്രത്തിൽ മാറ്റി ആക്കി കൊടുത്താൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായാലോ. അപ്പോൾ അത് മാറ്റാൻ പോവാം. അടുക്കള വെടുപ്പാക്കലൊക്കെ നമുക്ക് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും. മാങ്ങ പൊട്ടിക്കാൻ പോവാന്ന് പറയണ്ട രഘുചേട്ടാ. നമ്മള് മാങ്ങ പൊട്ടിക്കാൻ പോവാണ്. കേറാൻ പോവാ. ഇവിടെ രമേശേട്ടൻ രമേശേട്ടൻ്റെ അതാണ് നമ്മുടെ രഘുവേട്ടൻ നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള മൂവാണ്ടുണ്ടല്ലോ, അവനും വന്ന് മാങ്ങ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ വീടിന്റെ ഇവിടെ നിറയെ കിളികളാന്ന് ഞാൻ കാലത്ത് പറഞ്ഞില്ലേ. അപ്പൊ ഈ കിളികൾ കുനാന്ന് കൊത്തിയിട്ടിട്ട് വീടിന്റെ മുറ്റത്ത് മുഴുവൻ ഈച്ച വരിക. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് കടയിൽ കൊണ്ടുപോകാം, പിന്നെ കുറച്ച് അവിടെ നിർത്താം, അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിക്കുകയാണ് നമ്മുടെ രഘുവേട്ടൻ. ഓ എങ്ങനെ ചേട്ടന്റെ സൗകര്യം എങ്ങനെയാച്ചാ അതുപോലെ പൊട്ടിച്ചാൽ മതി. ഐഡിയ കണ്ട, ബക്കറ്റിലാവുമ്പോ താഴത്തേക്ക് വീഴില്ലല്ലോ. അതാവുമ്പോ താഴത്ത് വീണുണ്ടെങ്കിൽ ചതഞ്ഞാ പിന്നെ ഒരു കാര്യമില്ലേ മാങ്ങ. ഇക്കൊല്ലം കുറവാലോ രഘുവേട്ടാ.
ഇപ്പൊ രമേശ് ചേട്ടന്റെ കയ്യിൽ ഒരു വള്ളി ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ താത്തിയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ. കുറച്ച് മാങ്ങയുള്ളൂ കേട്ടോ ഈ കാലം. പൊതുവെ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ കൊല്ലം പൊതുവെ നമ്മുടെ മൂവാണ്ടമാവുമ്മ മാങ്ങ കുറവാണ് ഇതുമ്മേ. പക്ഷെ നമുക്ക് വേറെ 2 മൂവാണ്ടമാവ് ഉണ്ട്, അതും അത്യാവശ്യം നല്ല മാങ്ങയുണ്ട് കേട്ടോ. അപ്പൊ അമ്മ പോവാനുള്ള ഒരുക്കത്തില്ല. ദേ രഘുവേട്ടൻ അതിസാഹസികമായി മാങ്ങ ഉറക്കി. പറ്റണത് പൊട്ടിച്ചാൽ മതി ചേട്ടാ. രഘുവേട്ടാ പറ്റണത് പൊട്ടിച്ചാൽ മതി, റിസ്ക് എടുത്തൊന്നും പൊട്ടിക്കണ്ട കേട്ടാ. അങ്ങനെ ദേ നമ്മുടെ മാങ്ങക്കൂട്ടം താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. 2-3 ബക്കറ്റ് മാങ്ങ പൊട്ടിച്ചു. അത് നമ്മൾ കടയിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങ വേണമെങ്കിൽ ആരെങ്കിലും വന്നോളൂ എന്ന്. ആരും വന്നില്ല. പിന്നെ ചില സമയത്ത് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലായിരിക്കും. അപ്പം എനിക്ക് വേണ്ട രീതിയിൽ വർത്തമാനം പറയാൻ പറ്റില്ല. എൻ്റെ കോലും എൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റും കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ദൈവശ്രീ ഏതാണ്ട് മലമറിക്കണ തിരക്കില്ല എന്ന് വിചാരിക്കില്ലേ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഇത്തിരി എനിക്ക് ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചിട്ട് വന്നോളൂട്ടാ, ശ്രീ ഞങ്ങളിന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് കുറച്ച് മാങ്ങ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ മീൻ കൂട്ടാൻ വെക്കാൻ അല്ലെങ്കിൽ അച്ചാറിടാനൊക്കെ ആയിട്ട്. ചക്ക അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ വെട്ടി വെച്ച് നോക്കുന്നതാണ്. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. ഇത് അരിയിൽ പൂത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് പുഴുവൊന്നും വരാതെ കഴിക്കാൻ പറ്റും. പിന്നെ മാങ്ങ നിലത്ത് വീഴാത്ത കാരണം കൊണ്ട് ചതച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലത്ത് നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി വിട്ട, അതായത് നമുക്ക് സദ്യ ഉണ്ണാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുറ്റം വൃത്തികേടായിരിക്കണം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും വന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ദിവസം കുറച്ച് കടുപിടായിട്ടാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും അവസാനിച്ചപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി ചക്ക കൊണ്ടുപോകാനുണ്ട്, മാങ്ങ കൊണ്ടുപോകാനുണ്ട്. അതേ അമ്മ അവിടെ നിന്ന് ചീര പൊട്ടിക്കുന്നു. ഇതൊക്കെ ആയിട്ടാണ് അമ്മയ്ക്ക് അച്ഛനിന് തിരിച്ചു പോകേണ്ടത്. ചേച്ചി അവിടെ കാത്തിരിക്കണ്ടാവേ. ഇവിടെ അല്ല കേട്ടാ, വീട്ടിൽ ചെന്നിട്ട് സന്ധ്യയ്ക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ അടുത്ത്, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ ഈ പ്രകൃതി വിട്ടിട്ട് മണ്ണിനോട് അടിയുണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കാറുണ്ട്. ഒരു തരം വട്ട് എങ്കിലും കിട്ടുന്ന സമയം അത്രയുണ്ടല്ലോ, അത് വളരെ ചെറുതല്ലേ. അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാട്ടാ. എൻജോയ് അവർ ലൈഫ്. ചീരമരം ഇതന്നെ എനിക്കും കാലത്ത് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഓടി പറമ്പിലേക്ക് ഇറങ്ങി ചീര വെക്കും. ഇവിടെ മിക്കതും ചേട്ടന്മാർക്ക് രഘുവേട്ടനും സാധേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടാ ചീര. അമ്മ ഇങ്ങനെയാട്ട പോവാ. അമ്മ ബസ്സിൽ വരുമ്പോ പോലെ ഇങ്ങനെയാ, ആകെ കെട്ടിപ്പൂട്ടും. അപ്പോൾ കർഷകന്റെ വിലാപമൊക്കെ കഴിഞ്ഞ് ഉള്ളതൊക്കെ വാരിക്കൂട്ടി അച്ഛനും അമ്മയും ദാ മണ്ണമ്പട്ടയ്ക്ക് പോവാണ്. ചേച്ചിയും ഏട്ടനും കുഞ്ഞനൊക്കെ വീട്ടിലുണ്ട്, അവർ കാത്തിരിക്കുന്നുണ്ടാവും. ഷോളിന്റെ തല പിടിച്ചമ്മ, ഷോളിന്റെ തല പിടിക്ക്. ഇത്തിയപ്പനെ വിളിച്ചോളൂട്ടാ. ചക്ക പോയാലും കുഴപ്പമില്ല, വീഴാണ്ട് നോക്കിക്കോളാം. അങ്ങനെ ഞങ്ങള് ഒറ്റയ്ക്കായി. ഇപ്പൊ ശ്രീകുട്ടൻ പറഞ്ഞ പോലെ ദാ ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കായി. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്ക്, സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, കയറ്റ ഇറക്കൊക്കെ ആയിട്ട്. അതങ്ങനെ മുന്നോട്ട് പോട്ടേടാ. അതൊക്കെ തന്നെയാണ് ലൈഫ്. എന്നും ഒരുപോലെ ഇരിക്കുമൊന്നുമില്ല. അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് സിമ്പിളാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.